Good morning, students. Welcome to EduLine. So, നമ്മുടെ നെക്സ്റ്റ് പോർഷൻ ആണ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീൻ. സോ നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീൻ എന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. സോ നമ്മൾ ഇനി നോക്കാൻ പോകുന്നതാണ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീൻ. സോ ഈ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീനും നോൺ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീനും തമ്മിലുള്ള ഒരേ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു ട്രാൻസിഷൻ ഫംഗ്ഷനിലുള്ള ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, ബാക്കി എല്ലാം സെയിം ആണ്. ഓക്കെ, നമുക്കറിയാം ഒരു ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീന്റെ ട്രാൻസിഷൻ ഫംഗ്ഷൻ ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്? ക്യൂ ക്രോസ് സിഗ്മ ഗീവ്സ് ടി ക്രോസ് ആർ ഓർ എൽ ക്രോസ് ക്യൂ അല്ലെ? എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഇൻപുട്ടിനെ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പുതിയൊരു സ്റ്റേറ്റിലേക്ക് പോകുന്നു. എന്നിട്ട് അവിടെ എന്ത് സംഭവിക്കുന്നു? ടേപ്പിലെ സിമ്പൽ എന്ന് പറയുന്നത് റീറൈറ്റ് ചെയ്യുന്നു അല്ലെ? ടേപ്പിലേക്ക് പുതിയൊരു സിമ്പലിനെ റൈറ്റ് ചെയ്യുന്നു. ദെൻ റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ ഹെഡിനെ മൂവ് ചെയ്യിക്കുന്നു അല്ലെ? ഇതാണ് ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ട്രാൻസിഷൻ ഫംഗ്ഷൻ ആണ് ഇത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്നത് നോൺ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീന്റെ ട്രാൻസിഷൻ ഫംഗ്ഷൻ ആണ്. സോ ഇവിടെ ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ, ഇവിടെ ഒരു പി വന്നിട്ടുണ്ട്, എക്സ്ട്രാ ഒരു സിമ്പൽ, ഒരു ലെറ്റർ പി. ഓക്കെ, ഇവിടെ പി എന്ന് പറയുന്നത് പവർ സെറ്റ് എന്നാണ്. ഓക്കെ, സോ ഈ പവർ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് പി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റില് ഒരു പർട്ടിക്കുലർ ഇൻപുട്ടിനെ റീഡ് ചെയ്യുമ്പോൾ ഈ നോൺ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീൻ വിൽ ഗോ ടു മോർ ദാൻ വൺ സ്റ്റേറ്റ്. ഓക്കെ, ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, അതാണ് നോൺ ഡിറ്റർമിനിസം എന്ന് പറയുന്നത്. അപ്പൊ നോൺ ഡിറ്റർമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഇൻപുട്ടിനെ എടുക്കുമ്പോൾ മോർ ദാൻ വൺ സ്റ്റേറ്റിലേക്ക് പോകുന്നു. അതിനെയാണ് നമ്മൾ നോൺ ഡിറ്റർമിനിസം എന്ന് പറയുന്നത്. അപ്പൊ ഡിറ്റർമിനിസം എന്ന് പറയുന്നത് എന്താണ്? ഒരൊറ്റ സിംഗിൾ സ്റ്റേറ്റിലേക്ക് പോവുള്ളൂ. ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഇൻപുട്ടിനെ റീഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഒരൊറ്റ സ്റ്റേറ്റിലേക്കേ പോകുന്നുള്ളൂ അല്ലെ? അതാണ് ഡിറ്റർമിനിസം എന്ന് പറയുന്നത്. നോൺ ഡിറ്റർമിനിസം എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ സംഭവിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീന്റെ ഡെൽറ്റ എന്ന് പറയുന്നത്, അതായത് എന്താണ്, ട്രാൻസിഷൻ ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ ആകെ ഒരു പി മാത്രം നമ്മൾ എക്സ്ട്രാ കൊടുത്താൽ മതി. ഓക്കെ, സോ ഈ പി റെപ്രസെന്റ് ചെയ്യുന്നത് പവർ സെറ്റിനെയാണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് നോൺ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീൻ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ഒരു ട്രാൻസിഷൻ ഡയഗ്രത്തിലുള്ള ഡിഫറൻസ് നോക്കാം. സോ നമ്മളൊരു ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീൻ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും വരയ്ക്കുക. ഇപ്പം സപ്പോസ് ക്യൂ എന്ന സ്റ്റേറ്റിലാണ്. അപ്പൊ ഈ ക്യൂ എന്ന സ്റ്റേറ്റിൽ നിന്ന് ബി എന്ന ഇൻപുട്ടിനെ എന്ത് ചെയ്യുന്നു? റീഡ് ചെയ്യുന്നു. ബി എന്ന ഇൻപുട്ടിനെ റീഡ് ചെയ്തിട്ട് ടേപ്പിലേക്ക് സി എന്ന സിമ്പിളിനെ റൈറ്റ് ചെയ്യുന്നു. ദെൻ റൈറ്റിലേക്കായിരിക്കും ഹെഡ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് ഫൈനലി ചെല്ലുന്നത് എസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക്. അപ്പം ക്യൂ എന്ന സ്റ്റേറ്റിൽ നിന്ന് എസ് എന്ന സ്റ്റേറ്റിലേക്കാണ് ഇവിടെ എന്ത് ചെയ്യുക? ട്രാൻസിഷൻ സംഭവിക്കുക അല്ലെ? അതായത് ബി എന്ന ഇൻപുട്ടിനെ റീഡ് ചെയ്യുന്നു. ബി എന്ന ഇൻപുട്ടിനെ റീഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സി എ ടേപ്പിലേക്ക് റൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. റൈറ്റിലേക്ക് ഹെഡിനെ മൂവ് ചെയ്യിക്കുന്നു അല്ലെ? അപ്പം എസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ ക്യൂയിൽ നിന്ന് എസിലേക്ക് മാത്രമേ ഇവിടെ പോകുന്നുള്ളൂ. ഒറ്റ സ്റ്റേറ്റിലേക്ക് മാത്രമേ ഇവിടെ ട്രാൻസിഷൻ സംഭവിക്കുന്നുള്ളൂ. സോ ഇതാണ് ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീൻ. ബട്ട് നമ്മൾ നോക്കുകയാണ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീൻ നോക്കിയാൽ ഇവിടെ ക്യൂ എന്ന സ്റ്റേറ്റ് ഉണ്ട്. ക്യൂ എന്ന സ്റ്റേറ്റിൽ നിന്ന് ബി എന്ന ഇൻപുട്ടിനെ റീഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒന്നുകിൽ സി എ റൈറ്റ് ചെയ്തിട്ട് സി എ ടേപ്പിലേക്ക് റൈറ്റ് ചെയ്യാം. സി എന്ന ഇൻപുട്ടിനെ അല്ലെങ്കിൽ സി എന്ന സിമ്പിളിനെ ടേപ്പിലേക്ക് റൈറ്റ് ചെയ്തിട്ട് റൈറ്റിലേക്ക് മൂവ് ചെയ്യാം. അങ്ങനെ റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ടി എന്ന സ്റ്റേറ്റിലേക്കായിരിക്കും പോകുന്നത്. അതല്ലെങ്കിൽ എ എന്ന സിമ്പിളിനെ ടേപ്പിലേക്ക് റൈറ്റ് ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാം. ഹെഡിനെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഹെഡ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ പി എന്ന വേറൊരു സ്റ്റേറ്റിലേക്കായിരിക്കും പോകുന്നത്. അതും അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? സി എന്ന സിമ്പിളിനെ ടേപ്പിലേക്ക് റൈറ്റ് ചെയ്തിട്ട് ഹെഡിനെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യിക്കാം. അപ്പം എസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്കായിരിക്കും പോവുക. അപ്പം ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്ന് ഒരു ഇൻപുട്ടിനെ റീഡ് ചെയ്തപ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്ന് ക്യൂ എന്നൊരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്ന് ബി എന്ന ഒരു ഇൻപുട്ടിനെ റീഡ് ചെയ്തപ്പോൾ മോർ ദാൻ വൺ സ്റ്റേറ്റിലേക്കാണ് ഇവിടെ പോകുന്നത്. ഓക്കെ, സോ ഇതാണ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡിറ്റർമിനിസ്റ്റിക് ആണെങ്കിൽ ഒരു സിംഗിൾ സ്റ്റേറ്റിലേക്ക് മാത്രമായിരിക്കും ട്രാൻസിഷൻ നടക്കുന്നത്. പക്ഷെ നോൺ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീൻ ആണെങ്കിൽ എന്താണ്, ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്ന് ഒരു ഇൻപുട്ടിനെ റീഡ് ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിലേക്കായിരിക്കും അവിടെ ട്രാൻസിഷൻ സംഭവിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീൻ. ഇനി നമുക്ക് ഒരു ടേം നോക്കാം, കോൺഫിഗറേഷൻ.
Okay, configuration of deterministic and non-deterministic Turing machine. So, എന്താണ് ഈ configuration എന്ന് പറയുന്നത്? It is a way to represent the entire state of a Turing machine at a moment during computation. അതായത് നമുക്ക് നമ്മുടെ Turing മെഷീന്റെ ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ നമ്മുടെ Turing മെഷീൻ എന്ത് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്, അതെങ്ങനെയാണ് നിൽക്കുന്നത്, എവിടെയാണ് നിൽക്കുന്നത്, എന്താണ് ഇപ്പോൾ അതിന്റെ കണ്ടീഷൻ എന്നുള്ളതിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇനി എങ്ങനെ ഈ കോൺഫിഗറേഷനെ നമുക്ക് കാണിക്കാം? കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. വിച്ച് ഷോസ് ദ കറണ്ട് സ്റ്റേറ്റിനെ കാണിക്കുന്നുണ്ട്. ദ കറണ്ട് പൊസിഷൻ ഓഫ് ദി ഹെഡ് ഇപ്പൊ കറണ്ട് ആയിട്ട് എവിടെയാണ് പോയിന്റ് ചെയ്ത് നിൽക്കുന്നുള്ളത് കാണിക്കുന്നുണ്ട്. ദ എൻറ്റയർ ടേപ്പ് കണ്ടന്റ്സ്, പിന്നെ അതിൽ ആ ടേപ്പിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്, ആ ടേപ്പിലെ എൻറ്റയർ കണ്ടന്റും കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കോൺഫിഗറേഷൻ നമ്മൾ കാണിക്കുന്നത് ഒരു സ്ട്രിങ്ങിനെ യൂസ് ചെയ്തിട്ടാണ്. സ്ട്രിങ് ആണ് കാണിക്കുന്നത്, ഒരു കംപ്ലീറ്റ് സ്ട്രിങ് ആയിട്ടായിരിക്കും നമ്മൾ കോൺഫിഗറേഷൻ കാണിക്കുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, കറണ്ട് സ്റ്റേറ്റ് മനസ്സിലാകും, ഇപ്പോൾ എവിടെയാണ് ഹെഡ് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാകും, പിന്നെന്താ എൻറ്റയർ ടേപ്പിലെ കണ്ടന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. സോ ഈ താഴെ ഒരു ടേപ്പ് തന്നിട്ടുണ്ട്, ഇതാണ് നമ്മുടെ ടൂറിംഗ് മെഷീൻ ടേപ്പ് അല്ലെ. സോ ഈ ടേപ്പിലെ കണ്ടന്റ് ആണ് ഈ ഒരു സ്ട്രിങ് വന്നിരിക്കുന്നത്, എ ബി ബി എ എ, ഇതാണ് നമ്മുടെ സ്ട്രിങ് എന്ന് പറയുന്നത്. ബാക്കി മൂന്നും എന്താ ബ്ലാങ്ക് സിമ്പിൾസ് ആണ്, ബാക്കി അങ്ങോട്ടൊക്കെ ബ്ലാങ്ക് ആണ്. ഹെഡ് ഇപ്പൊ പോയിന്റ് നിൽക്കുന്ന എവിടെയാണ്, ബിയിലാണ് അല്ലെ. സോ ഇതിന്റെ കോൺഫിഗറേഷൻ ആണ് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ടേപ്പിന്റെ കോൺഫിഗറേഷൻ ആണ് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ നമ്മുടെ സ്ട്രിങ് ആണ് തന്നിരിക്കുന്നത്, അതായത് ഇതിനുള്ളിലുള്ള ആ സ്ട്രിങ് ആണ് ഈ തന്നിരിക്കുന്നത്, എ ബി എ ബി ബി എ എ. ഓക്കെ, ഇതിനിടയിൽ ഒരു ക്യാപിറ്റൽ ക്യൂ തന്നിട്ടുണ്ട്, അത് സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പം സപ്പോസ് നമ്മളിവിടെ ഈ ക്യൂ എന്നൊരു സ്റ്റേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. സോ ക്യൂ എന്ന സ്റ്റേറ്റിൽ നിന്ന് ഇവിടെ കാണിക്കുന്ന ഇത്രയേ ഉള്ളൂ, ക്യൂ എന്ന സ്റ്റേറ്റിൽ നിന്ന് കറണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ക്യൂ ആണ്, ആൻഡ് ലുക്കിംഗ് സിമ്പിൾ ബി ഇൻ ദ ടേപ്പ്. ഓക്കെ, അപ്പൊ ക്യൂ എന്ന സ്റ്റേറ്റിൽ നിന്ന് ബി എന്ന ഇൻപുട്ടിനെയാണ് ലുക്ക് ചെയ്യുന്നത്, അതായത് ബി എന്ന ഇൻപുട്ടിനെയാണ് എടുക്കാൻ പോകുന്നത്. സോ അതാണ് ഇത് മീൻ ചെയ്യുന്നത്. സോ ഇതാണ് ആ ഒരു ആരോ പോയിന്റ് കൊടുത്തേക്ക് നോക്കുക, ക്യൂ എന്നാണ് ഇപ്പോഴത്തെ കറണ്ട് സ്റ്റേറ്റ്. ആ കറണ്ട് സ്റ്റേറ്റിൽ നിന്നും ബി എന്ന ഇൻപുട്ടിനെയാണ് ഇനി റീഡ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ കോൺഫിഗറേഷൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ വേ ടു റെപ്രസെന്റ് ദ എൻറ്റയർ സ്റ്റേറ്റ് ഓഫ് എ ടൂറിംഗ് മെഷീൻ അറ്റ് എ മൊമെന്റ് ഡ്യൂറിംഗ് കമ്പ്യൂട്ടേഷൻ. ഓക്കെ, ഒരു പർട്ടിക്കുലർ ഒരു മൊമെന്റിൽ നമുക്ക് ആ ഒരു ടൂറിംഗ് മെഷീന്റെ എൻറ്റയർ സ്റ്റേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വേ ഓഫ് റെപ്രസെന്റേഷൻ ആണ് ഈ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. കോൺഫിഗറേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എന്താണ് ഇപ്പൊ ടൂറിംഗ് മെഷീൻ എവിടെയാണ് നിൽക്കുന്നത്, എന്താണ് അതിന്റെ സിറ്റുവേഷൻ, ഇപ്പം ഹെഡ് എവിടെയാണ് നിൽക്കുന്നത്, കറണ്ട് സ്റ്റേറ്റ് എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു ഡിറ്റർമിനിസ്റ്റിക് ടൂറിംഗ് മെഷീൻ ആണെങ്കിൽ അതിന്റെ കോൺഫിഗറേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സപ്പോസ് ഞാൻ ഇതൊരു ഡിറ്റർമിനിസ്റ്റിക് ടൂറിംഗ് മെഷീന്റെ ഒരു പിക്ചർ ആണ് ഈ ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്നത്. സോ അതായത് ഒരു ഡിറ്റർമിനിസ്റ്റിക് ടൂറിംഗ് മെഷീന്റെ ഒരു പോർഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. ഓക്കെ, ഒരു ചെറിയൊരു പോർഷൻ മാത്രം കട്ട് ചെയ്താണ് ഈ തന്നിരിക്കുന്നത്. സോ ഇവിടെ 3 സ്റ്റേറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്, ക്യൂവും എസും പിയും അല്ലെ, 3 സ്റ്റേറ്റ്. സോ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, ക്യൂവിൽ നിന്ന് റീഡ് ചെയ്താൽ, അതായത് ഇവിടെ ക്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് എ റീഡ് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, എക്സിനെ ടേപ്പിലേക്ക് റൈറ്റ് ചെയ്യുന്നു, ഹെഡ് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ എസ് എന്ന പുതിയൊരു സ്റ്റേറ്റിലേക്ക് ആണ് പോകുന്നത് അല്ലെ. ദെൻ എസിൽ നിന്ന് എന്താണ് സംഭവിക്കുന്നത്, എസിൽ നിന്ന് ബി എ നമ്മൾ റീഡ് ചെയ്യുന്നു, ബി എന്ന ഇൻപുട്ടിനെ റീഡ് ചെയ്യുന്നു. സോ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ, വൈ എ നമ്മൾ ടേപ്പിലേക്ക് റൈറ്റ് ചെയ്യുന്നു. ദെൻ ഈ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് എന്താണ്, ഹെഡ് ആണ് അല്ലെ, ഹെഡ് അങ്ങോട്ട് മൂവ് ചെയ്യുന്നു, റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. സോ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, പി എന്ന പുതിയൊരു സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇനി ക്യൂ എന്ന സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ ബി എ ആണ് റീഡ് ചെയ്യുന്നെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഇസഡിനെ നമ്മൾ ടേപ്പിലേക്ക് റൈറ്റ് ചെയ്യുന്നു, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു, അപ്പൊ നമ്മൾ പി എന്ന സ്റ്റേറ്റിലേക്ക് പോകും. ഓക്കെ, ഇതാണ് ഈ ഒരു ടൂറിംഗ് മെഷീൻ കാണിക്കുന്നത് അല്ലെ. സോ ഇതിന്റെ കോൺഫിഗറേഷൻ ആണ് ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്, കണ്ടോ. അപ്പം സപ്പോസ് ഈ സി സി എ ബി ബി സി ആണ് നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ് എന്ന് വിചാരിക്കുക. ഇവിടെ ഇൻപുട്ട് സ്ട്രിങ് ഞാൻ തന്നിട്ടില്ല, നമ്മുടെ ടൂറിംഗ് മെഷീനിൽ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതാണ് ഞാനൊരു എക്സാമ്പിൾ ആണ് ഈ ഒരു ഇൻപുട്ട് സ്ട്രിങ് ആയിട്ട് എടുത്തിരിക്കുന്നത്. സി സി എ ബി ബി സി എന്നുള്ളത് ഞാൻ കൊടുത്ത ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇതാണ് ഇൻപുട്ട് സ്ട്രിങ് എങ്കിൽ ആദ്യത്തെ കേസ് നോക്കുക, ക്യൂ എന്ന സ്റ്റേറ്റിൽ നിന്ന്, കണ്ടോ, ക്യൂ എന്ന സ്റ്റേറ്റിൽ നിന്ന് എന്താ എ റീഡ് ചെയ്യുന്നു എന്നാണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ക്യൂ എന്ന സ്റ്റേറ്റിൽ നിന്ന് എ റീഡ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്, ആ എ മാറ്റിയിട്ട് നമ്മൾ എക്സിനെ അല്ലെ, ആ എക്ക് പകരം നമ്മൾ എക്സിനെ ടേപ്പിലേക്ക് റൈറ്റ് ചെയ്തിട്ട് റൈറ്റിലോട്ട് മൂവ് ചെയ്യും അല്ലെ, എന്നിട്ട് എസ് എന്ന് പറഞ്ഞാൽ പുതിയ സ്റ്റേറ്റിലേക്ക് പോകും. അപ്പൊ ഇവിടുന്ന് നേരെ താഴോട്ട് നോക്കി നമുക്ക് മനസ്സിലാവും, ഞാൻ ഈ എ, അതായത് ക്യൂവിൽ നിന്ന് എ ഞാൻ റീഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, എ ഞാൻ എന്താക്കി, എക്സ് ആക്കി റൈറ്റ് ചെയ്തു. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഈ കളർ ചേഞ്ച്. ഓക്കെ, എക്സ് ആക്കി ഞാൻ എന്ത് ചെയ്തു, ആ എ ഞാൻ റൈറ്റ് ചെയ്തു. ദെൻ എന്ത് ചെയ്തു, ദെൻ എന്താ സംഭവിച്ചത്, പുതിയ സ്റ്റേറ്റിലേക്ക് പോയി, ക്യാപിറ്റൽ എസ് എന്ന സ്റ്റേറ്റിലേക്ക് പോയി. ഓക്കെ, അതാണ് ഈ ഒരു റെപ്രസെന്റേഷൻ. സോ ഇത് നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്.
ഓക്കെ. ദെൻ ഈ രണ്ടാമത്തെ കേസിൽ എന്താ പറഞ്ഞേക്കുന്നത്, ഇനി എസിൽ നിന്ന് ബി എ ആണ് ലുക്ക് ചെയ്യുന്നത് അല്ലെ, അതായത് എസിൽ നിന്ന് ഞാൻ ബി എ ആണ് ഇൻപുട്ട് ആയിട്ട് എടുക്കാൻ പോകുന്നത്. സോ എസിൽ നിന്ന് ഞാൻ ബി എ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ബി എ ഞാൻ മാറ്റിയിട്ട് വൈ ആക്കി കൊടുക്കണം അല്ലെ, ബിക്ക് പകരം ഞാൻ ടേപ്പിലേക്ക് വൈ എ റൈറ്റ് ചെയ്യണം, ദെൻ റൈറ്റിലേക്ക് മൂവ് ചെയ്യണം, പുതിയ സ്റ്റേറ്റ് പിയിലേക്ക് പോകും. സോ എന്താ സംഭവിക്കുന്നത്, അപ്പൊ ഞാൻ ഈ ബി എ, അതായത് ഈ ബി എ ഞാൻ വൈ ആക്കണം. സോ ഞാൻ വൈ ആക്കി, ആ ബി എ ഞാൻ ഇവിടെ വൈ ആക്കി. സോ സി സി എക്സ് വൈ എന്ന് കിട്ടി. സോ അപ്പുറത്തുള്ള ഒരു ബി അവിടെ നിന്ന് പോയി. ഓക്കെ. ദെൻ പുതിയ സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്, പി എന്ന സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. സോ അവിടെ നിന്ന് ഞാൻ ലുക്ക് ചെയ്യുന്നത് എന്താണ്, ബി എ ആണ് ഞാൻ ലുക്ക് ചെയ്യാൻ പോകുന്നത്. സോ നെക്സ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്ന ബി എ ആണ് എന്നൊരു അസംഷൻ ആണ് വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പം ഞാൻ ഈ ഒരു പാത്ത് മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ, അതായത് ക്യൂ എസ് പി, ക്യൂവിൽ നിന്ന് എസ്, എസിൽ നിന്ന് പിയിലേക്ക്, ഇങ്ങനെ ഒരു പാത്ത് മാത്രമാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷെ ക്യൂവിൽ നിന്ന് പിയിലേക്കുള്ള ഈ ഒരു ട്രാൻസിഷൻ ഇതിനെ ഞാൻ കോൺഫിഗറേഷനിൽ കാണിച്ചിട്ടില്ല. ഞാൻ എടുത്ത പാത്ത് എന്ന് പറയുന്നത് ക്യൂ എസ് പി മാത്രമേ ഉള്ളൂ. ഓക്കെ. സോ ആ പാത്താണ് ഞാൻ ഈ കോൺഫിഗറേഷനിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ ചേഞ്ച് ചെയ്ത, ഞാൻ റൈറ്റ് ചെയ്ത ആ ഒരു പുതുതായിട്ട് റൈറ്റ് ചെയ്താണ് ഈ ഒരു കളർ ചേഞ്ചിൽ കാണിച്ചിരിക്കുന്നത്. ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ബിഗ് ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ് സ്റ്റേറ്റുകൾ. ഓക്കെ. സോ ഇതാണ് കോൺഫിഗറേഷൻ. ഇതൊരു ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീന്റെ കോൺഫിഗറേഷൻ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നോൺ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീന്റെ കോൺഫിഗറേഷൻ എങ്ങനെയാന്ന് നോക്കാം അല്ലെ, അതായത് കമ്പ്യൂട്ടേഷൻ ഹിസ്റ്ററി. ഇത് കോൺഫിഗറേഷൻ എന്ന് പറയുന്നതിന് നമുക്ക് കമ്പ്യൂട്ടേഷൻ ഹിസ്റ്ററി എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ. സോ ഇവിടെ നോക്കുക, നോൺ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീൻ ആണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ ക്യൂ എന്ന സ്റ്റേറ്റിൽ നിന്ന് ഞാൻ എ ആണ് റീഡ് ചെയ്യുന്നത് വിചാരിക്കുക. എ എന്ന് പറയുന്ന ഇൻപുട്ട് സിമ്പിളിനെ റീഡ് ചെയ്താൽ എന്ത് സംഭവിക്കും, എനിക്ക് രണ്ട് വഴിയിലേക്ക് പോകാം, രണ്ട് പാത്ത് ഉണ്ട് അല്ലെ. അപ്പം ക്യൂവിൽ നിന്ന് എനിക്ക് വേണമെങ്കിൽ എ റീഡ് ചെയ്താൽ ഒന്നെങ്കിൽ എനിക്ക് എക്സിനെ ടേപ്പിലേക്ക് റൈറ്റ് ചെയ്തിട്ട് റൈറ്റിലോട്ട് പോവാം, അപ്പൊ പി എന്ന സ്റ്റേറ്റിലേക്ക് പോകും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, വൈ എനിക്ക് ടേപ്പിലേക്ക് റൈറ്റ് ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് പോവാം, അപ്പൊ ഞാൻ എസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് പോകും. കണ്ടോ. അപ്പൊ ഇതാണ് നോൺ ഡിറ്റർമിനിസം അല്ലെ. ഒന്നിൽ കൂടുതൽ പാത്ത് ഉണ്ട്, ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിലേക്ക് എനിക്ക് ഇവിടെ പോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അതിന്റെ ഒരു ഫിഗർ ആണ്, ഞാൻ നോൺ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീന്റെ ഫിഗർ ആണ് കാണിച്ചിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ അതിന്റെ കോൺഫിഗറേഷൻ ആണ്. സോ ഇവിടെ നോക്കിയാൽ ഇതാണ് എന്റെ സ്ട്രിംഗ് എന്ന് വിചാരിക്കുക. സി സി എ ബി ബി സി ആണ് ഞാൻ എടുക്കുന്ന സ്ട്രിംഗ് എന്ന് വിചാരിക്കുക, എക്സാമ്പിൾ ആയിട്ട് എടുത്തേക്കുന്ന സ്ട്രിംഗ്. സോ ഫസ്റ്റ് കേസിൽ ഞാൻ എന്ത് ചെയ്തു, ക്യൂ എന്ന സ്റ്റേറ്റ് അല്ലെ. അപ്പൊ ക്യൂ എന്ന സ്റ്റേറ്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, എ റീഡ് ചെയ്യാൻ പോവാണ്. എ റീഡ് ചെയ്യുമ്പോൾ എനിക്ക് രണ്ട് പാത്തിലേക്ക് പോവാം. അതാണ് ഞാൻ ഇവിടെ കോൺഫിഗറേഷനിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും രണ്ട് ഇത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പം എ റീഡ് ചെയ്താൽ എനിക്ക് എങ്ങോട്ട് പോവാം, ഇവിടെ പറയുന്നുണ്ട് എ റീഡ് ചെയ്താൽ എക്സിനെ നമുക്ക് റൈറ്റ് ചെയ്തിട്ട് റൈറ്റിലോട്ട് പോയാൽ പിയിൽ ചെല്ലും അല്ലെ. അപ്പം എക്സിനെ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, എ മാറ്റി ഞാൻ ഈ എക്സിനെ റൈറ്റ് ചെയ്തു. എക്സിനെ റൈറ്റ് ചെയ്തിട്ട് ഞാൻ നെക്സ്റ്റ് സ്റ്റേറ്റ് പി ആണ് പോയത്. പിയിൽ നിന്ന് എനിക്ക് ബി റീഡ് ചെയ്യാം. ഓക്കെ. പിയിൽ നിന്ന് നെക്സ്റ്റ് എനിക്ക് ബി റീഡ് ചെയ്യാം. അതാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് ഞാൻ പറഞ്ഞേക്കുന്നത്, രണ്ടാമത്തെ പാത്ത് എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, എ റീഡ് ചെയ്തതിന് ശേഷം വൈ എനിക്ക് റൈറ്റ് ചെയ്തിട്ട് ലെഫ്റ്റിലോട്ട് പോവാം അല്ലെ. അങ്ങനെയാണെങ്കിൽ ഞാൻ എസ് എന്ന സ്റ്റേറ്റിൽ വരും. സോ ലെഫ്റ്റിലേക്ക് നോക്കിയാൽ ഞാൻ എന്ത് ചെയ്തു, ഈ എ ഞാൻ ഇവിടുന്ന് റീഡ് ചെയ്തു. റീഡ് ചെയ്തതിനു ശേഷം ഞാൻ വൈ എ റൈറ്റ് ചെയ്തു. സോ ഞാൻ ഇവിടെ വൈ എ റൈറ്റ് ചെയ്തു. സോ വൈ എ റൈറ്റ് ചെയ്യുന്നത് നോക്കുക എങ്ങനെയാണ്, എന്നിട്ട് ഞാൻ ലെഫ്റ്റിലേക്കാണ് പോയത്. സോ എന്ത് ചെയ്തു, ഈ ക്യൂ എന്ന് പറയുന്നത് ഇവിടുന്ന് മാറിയിട്ട് എന്ത് ചെയ്തു, സിയുടെ ഇപ്പുറത്താണ് എസ് കൊടുത്തത്. സോ അതാണ് ഞാൻ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തു എന്ന് പറഞ്ഞത്. ഓക്കെ. ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്ത്, അതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ ഒരു സിയുടെ ഇപ്പുറത്തേക്കാണ് എസ് വന്നത്. സോ ലെഫ്റ്റിലേക്ക് ഞാൻ മൂവ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. സോ ഇനി ഞാൻ ഈ എസിൽ നിന്ന് സി എ ആണ് ലുക്ക് ചെയ്യുന്നത്. സോ എസിൽ നിന്ന് ഞാൻ സി എ ആണ് ലുക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇതൊന്ന് ലെഫ്റ്റിലേക്കാണ് വന്നത്. ഓക്കെ. ദെൻ ഇവിടെ നോക്കിയാൽ ഞാൻ എന്ത് ചെയ്തു, എസിൽ നിന്ന് സി എ നോക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇവിടെ രണ്ട് പാത്ത് ഉണ്ടല്ലേ. ഒന്നെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, സി എ ഇസഡിനെ ടേപ്പിലേക്ക് റൈറ്റ് ചെയ്തിട്ട് ലെഫ്റ്റിലോട്ട് പോവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഡബ്ല്യുവിനെ ടേപ്പിലേക്ക് റൈറ്റ് ചെയ്തിട്ട് റൈറ്റിലേക്ക് പോവാം. ഓക്കെ. അപ്പം ഇസഡിനെ ടേപ്പിലേക്ക് റൈറ്റ് ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് പോയാൽ ടി എന്ന സ്റ്റേറ്റിലേക്ക് ചെല്ലും. ഡബ്ല്യുവിനെ റൈറ്റ് ചെയ്തിട്ട് ഡബ്ല്യുവിനെ ആ ഒരു ടേപ്പിലേക്ക് റൈറ്റ് ചെയ്തിട്ട് ഞാൻ റൈറ്റിലേക്ക് മൂവ് ചെയ്താൽ, ഹെഡ് മൂവ് ചെയ്താൽ ഞാൻ യുവിൽ ചെല്ലും, യു എന്ന സ്റ്റേറ്റിൽ ചെല്ലും അല്ലെ. അപ്പൊ അങ്ങനെയാണ്, അതാണ് ഇവിടെ രണ്ടെണ്ണം കാണിച്ചിരിക്കുന്നത്. അപ്പൊ എസിൽ നിന്ന് വീണ്ടും രണ്ട് പാത്താണുള്ളത് അല്ലെ. അതാണ് നോൺ ഡിറ്റർമിനിസം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ രണ്ടിടത്ത് എങ്ങോട്ട് വേണമെങ്കിലും പോകാന്നുള്ളതാണ്, കറക്റ്റ് ആയിട്ട് ഒരിടത്തേക്ക് പോകാനുള്ളത് നമ്മൾ പറയുന്നില്ല. ഓക്കെ. അപ്പൊ ഇവിടെ ആണെങ്കിൽ എന്താ, എസിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, എസിൽ നിന്ന് ഞാൻ എക്സിൽ നിന്ന് സി ആണ് എടുക്കുന്നത് അല്ലെ. സി എടുക്കുമ്പോഴാണ് ഇത് രണ്ട് സ്റ്റേറ്റിലേക്കും പോകുന്നത്. അപ്പൊ സി എടുക്കുന്ന സമയത്ത് ഞാൻ എന്താ, ഈ ലെഫ്റ്റ് സൈഡിൽ എന്താ കാണിച്ചിരിക്കുന്നത്, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പുതിയൊരു സ്റ്റേറ്റിലേക്ക് പോകുന്നു, ടി എന്ന സ്റ്റേറ്റിലേക്ക് പോകുന്നു അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക, ഈ ഇസഡ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ചെയ്യണം. അപ്പൊ സി എ മാറ്റിയിട്ട് ഞാൻ ഇസഡ് എന്ന് റൈറ്റ് ചെയ്തു. സോ ഈ സി എ ഞാൻ ഇസഡ് ആക്കി റൈറ്റ് ചെയ്തു. ഈ വൈ ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. ഓക്കെ. ഇനി ഇസഡ് ആയിട്ട് നമ്മൾ റൈറ്റ് ചെയ്തു. ഇസഡിനെ റൈറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഞാൻ ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്തത്. സോ ഈ ഞാൻ തൊട്ട് ലെഫ്റ്റിലേക്ക് വരും. കണ്ടോ, അതാണ് ഈ സിയുടെ ഇപ്പുറത്ത് ടി എഴുതിയിരിക്കുന്നത്. അത് ലെഫ്റ്റിലേക്ക് വന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇനി ഞാൻ ടിയിൽ നിന്ന് സി എ ആയിരിക്കും ലുക്ക് ചെയ്യുക.
ഓക്കെ. ദെൻ അതല്ലെങ്കിൽ എന്താ ചെയ്യുക, ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്തു, ഈ എസിനെ, അതായത് എസിനെ സി മാറ്റിയിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്തു, സി മാറ്റിയിട്ട് ഞാൻ ഇവിടെ ഡബ്ല്യൂനെ റൈറ്റ് ചെയ്തു. അപ്പൊ സി മാറ്റിയിട്ട് ഞാൻ ഡബ്ല്യൂനെ റൈറ്റ് ചെയ്തു. റൈറ്റ് ചെയ്തതിന് ശേഷം എന്താ സംഭവിച്ചേ, ഞാൻ റൈറ്റിലേക്കാണ് മൂവ് ചെയ്തത്. സോ റൈറ്റിലേക്ക് ഞാൻ മൂവ് ചെയ്തു. സോ ഡബ്ല്യൂനെ റൈറ്റ് ചെയ്തു, റൈറ്റിലേക്ക് മൂവ് ചെയ്തു. അപ്പൊ റൈറ്റിലാണ് ഞാൻ യു എഴുതിയത്, യു എന്ന സ്റ്റേറ്റ് എഴുതിയത്. സോ അവിടെ നിന്ന് ഞാൻ ലുക്ക് ചെയ്യുന്നത് ഈ വൈ എ ആയിരിക്കും. സോ അവിടെ നിന്ന് നെക്സ്റ്റ് ലുക്ക് ചെയ്യുന്ന വൈ, അതായത് ഈ നെക്സ്റ്റ് ലുക്ക് ചെയ്യുന്ന വൈ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ. അപ്പം ഇങ്ങനെ വരാനുള്ള കാരണം അറ്റ് എ ടൈമിൽ ഒരിടത്തോട്ട് മാത്രമല്ലേ ലുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പൊ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം.